ജൂൺ 4-ന് BJP-ക്കേറ്റ ഷോക്കിൽ നിന്നും അവർ പിഴവുകൾ തിരുത്തി കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഹരിയാനയിലും മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. അതിനായി ഒരേ ഒരു കാര്യമാണ് RSSും BJP-യും ചേർന്ന് ഒരുമിച്ചെടുത്തത്. അത് ആദ്യം തന്നെ മോദിയെ ഔട്ട് ആക്കുക എന്നതായിരുന്നു. മോദി 2ാം തവണ പ്രധാനമന്ത്രിയായതിനു പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും റോഡ് ഷോകൾ നടത്തുക എന്നത് പതിവ് കാഴ്ചയായിരുന്നു. എങ്കിൽ 3ാം ഊഴത്തിൽ കഴിഞ്ഞ 5 മാസമായിട്ട് മോദിയെ കാണാനില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും താരപ്രചാരകനായിട്ട് ഗ്യാരണ്ടികൾ വിതറുന്ന മോദിയെയും കാണാൻ സാധിച്ചില്ല. പകരം വിദേശ പര്യടനത്തിലായിരുന്നു മോദി. ഹരിയാനയിലും കാര്യങ്ങൾ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹരിയാനയിൽ BJP ഭരണത്തിനെതിരെ കനത്ത രോഷം ഉയർന്നപ്പോഴും പ്രാദേശിക തലത്തിലൂടെ BJP കാര്യങ്ങൾ നീക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇവിടങ്ങളിൽ നിന്നൊക്കെ മോദിയെ ഒഴിവാക്കിക്കൊണ്ടാണ് എല്ലാ കരുക്കളും RSS പറഞ്ഞതുപോലെ BJP നീക്കിയത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒരുപോലെ മോദിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശൈലി BJP തുടർന്നപ്പോൾ ജാർഖണ്ഡിൽ മാത്രം മോദിയുടെ പേരുപയോഗിച്ച് BJP വോട്ട് തേടുകയാണ് ഉണ്ടായത്. അവിടെ BJP തകർന്നടിയുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഫഡ്നാവിസും ഷിൻഡെയുമായിരുന്നു മുഖങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ മോദി ഇല്ലാതെ തന്നെ BJP എന്ന പാർട്ടി വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിഞ്ഞ UP-യിൽ എല്ലാ ചുമതലകളും യോഗിക്ക് നൽകുകയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം മോദിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സമീപനം BJP സ്വീകരിച്ചപ്പോൾ മോദി എന്ന ബ്രാൻഡ് 2024-ലേക്ക് എത്തിയപ്പോൾ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. പ്രാദേശിക നേതൃത്വത്തിന് മുന്നേ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് BJP മോദിക്ക് മുന്നിൽ തെളിയിച്ചതോടെ ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് മോദി എന്ന പ്രധാനമന്ത്രി മാറിയും കഴിഞ്ഞു. അതുമാത്രവുമല്ല, 3ാം ഊഴത്തിൽ 400 സീറ്റ് തികയ്ക്കാൻ പറ്റാതെ പോയത് മോദിക്ക് കനത്ത ക്ഷീണമാണ് നൽകിയിരിക്കുന്നത്. സഖ്യകക്ഷികളായ TDP-യെയും JDU-വിനെയും പ്രീതിപ്പെടുത്തി മാത്രമേ ഇപ്പോൾ മോദിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ ഈ TDP-ക്കും JDU-വിനും വാരിക്കോരി കൊടുക്കേണ്ടി വന്നതും. ഇനി ആകെ അറിയാനുള്ളത് ഇത്രയൊക്കെ മാറ്റി നിർത്തലുകളെല്ലാം മോദിയെ കൊണ്ടെത്തിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും താഴേക്ക് ഇറക്കാനാണോ എന്നുള്ളതാണ്. 75 തികയുന്ന മോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇനി ആകെ അറിയാനുള്ളത്. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പൈസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.